നമസ്കാരം. ഞാൻ ശശിധരൻ കോഴിമല. ശബരിമല എല്ലാ ജാതി മതസ്ഥരുടെയും ആരാധനാ കേന്ദ്രമാണ്. അവിടെ ഭൂമിയിലെ ഒരു വിശുദ്ധ സ്ഥലമാണ് ശബരിമല. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ പോസിറ്റീവ് എനർജി കൂടും, ശക്തി കൂടും, വിശുദ്ധി കൂടും. ലോകത്തിലെ സകലമാന ജനതയും നോയമ്പെടുത്താണ് അവിടെ വരുന്നത്. കഠിനവ്രതമാണ്. കഠിനവ്രതമെടുത്ത് കറുപ്പ് വേഷം ധരിച്ചാണ് എത്തുന്നത്. അവിടെ കരിമല കയറിയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അലച്ചിൽ നടത്തി അവിടെ പോയി പമ്പയിൽ കുളിച്ച് 18 പടി കയറി സന്നിധാനത്ത് ചെന്ന് അയ്യപ്പനെ തൊഴുമ്പോൾ ആ വ്യക്തിക്കും ആ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകുകയാണ്. അതിനുശേഷം ആ കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികൾ പോലും ശ്രേഷ്ഠരായിരിക്കും. ഇത്രയും വിശുദ്ധിയുള്ള ഒരു സ്ഥലം അവിടെ കയറി മോഷ്ടിച്ച് ദൈവശാപം ഏറ്റുവാങ്ങി ഇതാരും അറിയത്തില്ലെന്നാണ് വിചാരിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൽ കയറി മോഷ്ടിച്ചപ്പോൾ ആരും അറിയില്ല. ഇതെല്ലാം നമുക്കങ്ങ് സ്വന്തമായിട്ട് എടുക്കാം. ഇവിടെ കോഴിമല ഒരു മുത്തിയമ്മ ക്ഷേത്രത്തിൻ്റെ കാണിക്ക മണ്ഡപം ഉണ്ടായിരുന്നു. അവിടുത്തെ കാണിക്ക മണ്ഡപത്തിലെ പൈസ ഒരാൾ മുഴുവൻ അങ്ങ് വാരി രാത്രിയിൽ വീട്ടിൽ കൊണ്ടുവച്ചു. പകല് അതൊരു ചാക്കി കെട്ടി. കോഴിമല ബൗണ്ടറി കടക്കാൻ പറ്റിയില്ല. അതായത് സ്വരാജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും പോലീസ് വന്ന് പിടിച്ചു. സ്വന്തം മകളാ ഒറ്റിയത്. മകൾ പറഞ്ഞു, ഈ ശാപം അവൻ കള്ളനായിരുന്നു, ഈ ശാപം ഞങ്ങളുടെ കുടുംബത്ത് വേണ്ടാന്ന് പറഞ്ഞ് അവൾ പോലീസ് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ പണം മനുഷ്യർ ദൈവത്തിനായിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഉടമ ദൈവത്തിന് തന്നെ കൊടുക്കും. ഈ ശബരിമലയിൽ കയറി മോഷ്ടിച്ചവൻ്റെ അനന്തര തലമുറകളിലെല്ലാം ഗതികിട്ട പ്രേതങ്ങളായിട്ട് ഈ ഭൂമിയിൽ അലയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ കൊള്ളയും കൊള്ളിയുപ്പും അങ്ങ് നിർത്തിക്കും. കോടാനുകോടി കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കി ദുഃഖിതരും പീഡിതരും നിന്ദിതരും നിരാശ്രിതരും നിർധനരും രോഗികളും വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം.